ഹലോ നമസ്കാരം, ഞാൻ സബുമോഹൻ SMEmedia.online. ഞാൻ സിനിമയുടെ റിവ്യൂ പറയാൻ വന്നതാണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതി റിലീസ് ചെയ്ത സേതുനാഥ് പത്മകുമാർ ചിത്രം, ആസിഫ് അലി നായകനായ സിനിമ ആഭ്യന്തര കുറ്റവാളി. വളരെ മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിൽ അതിന്റെ ഫ്രെയിം വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഒന്നും പറയാതിരിക്കും, അത്ര സൂപ്പറായിട്ട് അതിന്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊന്നും എങ്ങനെ തുടക്കം മുതലുള്ള തുടക്കം കുറച്ച് എഴച്ചിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും സിനിമയുടെ പകുതിക്ക് അങ്ങോട്ടേക്ക് വരുമ്പോഴല്ലേ പുള്ളി സംഭവം തന്നെയാണ്. അത്ര രീതിയിൽ പ്രത്യേകിച്ച് നല്ല ഒരു മികച്ച ഒരു ക്ലൈമാക്സ് കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആസിഫ് അലിയുടെ അഭിനയമൊക്കെ മികച്ച പ്രകടനം തന്നെയാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളും, അതായത് ചെറിയ കഥാപാത്രങ്ങൾക്ക് മുതൽ വലിയ കഥാപാത്രങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് സംവിധായകൻ സേതുനാഥ് പത്മകുമാർ അത്ര മികച്ച രീതിയിൽ ഓരോ ഫ്രെയിം വർക്കും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കേണ്ടത്. അത്ര നല്ല ഒരു സിനിമ മലയാളം ഈ ഇടയ്ക്ക് വെച്ച് നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഈ സിനിമ കാണാത്തവർ C5 ഇപ്പോൾ ഓൾറെഡി സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും കാണാത്തവർ C5 ചാനൽ ഉണ്ടെങ്കിൽ അതുമായിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മൾ ഇപ്പോൾ തന്നെ ജിയോയുടെ നെറ്റ്വർക്ക് ഉള്ളവർക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ഫ്രീ ആണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ചാനലായിട്ട് ബന്ധപ്പെട്ട് നല്ല അത്രയും മനോഹരമായ രീതിയിൽ ഒരു സിനിമ വന്ന് കണ്ടപ്പോൾ ഞാൻ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. മികച്ച ഒരു ക്ലൈമാക്സ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് നോക്കിയത് സാറേ, ഈ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ സ്വർഗം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ജനിച്ചു വീണ സാഹചര്യങ്ങളാണ് നയനെ ഇങ്ങനെ ആക്കിയെന്ന് പറയുമ്പോഴും അനുഭവങ്ങളുടെ ഭാണ്ഡവും പേറി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് മുന്നേ തന്നെ മുൻവിധിയോടെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. സാഹചര്യങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല. 498 പോലെയുള്ള നിയമങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ മുകളിൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളുണ്ടെന്ന് മറക്കരുത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. ഇതിന്റെ ബാക്കി നിങ്ങൾ കാണുക. അത്ര മനോഹരമായ ഒരു സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓരോ കുടുംബ പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. പ്രത്യേകിച്ച് ആണുങ്ങൾ. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനമല്ല പുരുഷ പീഡനമാണ് നടക്കുന്നത് എന്നുള്ള ഒരു സ്റ്റോറി കൂടി ഈ മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും സേതുനാഥ് പത്മകുമാർ സാറെ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം നല്ലൊരു ഡയറക്ടർ എന്ന നിലയിൽ മലയാള സിനിമയിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇത്രയും നല്ലൊരു സിനിമ സമ്മാനിച്ചതിന്, ഇത്രയും നല്ല ഫ്രെയിം വർക്കുകൾ ചെയ്തതിന്, അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയായി ഈ ഒരു വർഷം അംഗീകരിക്കപ്പെട്ടതിന്, സംവിധായകനായാലും നായകന കഥാപാത്രമായ ആസിഫ് അലിക്കായാലും ഇത് തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. വളരെ മനോഹരമായ കഥാസന്ദർഭങ്ങളെ നല്ലോണം കോർത്തിണക്കി ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ നിങ്ങളുടെ മുമ്പിൽ, അതായത് പ്രേക്ഷകരായ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ച സംവിധായകന് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. കാണുക. C5 ഞാൻ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ നേരത്തെ നമ്മൾ ബിഗ് ബോസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ റിവ്യൂ പറഞ്ഞിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഒക്കെ തീർന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ് എന്നുള്ളതാണ് നമ്മൾ അതിലൊരു ഇത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം വന്നാലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഥകളോ എന്ത് നമ്മൾ വന്നാലും നമ്മൾ അതിൻ്റെ റിവ്യൂ തയ്യാറാക്കാൻ നമ്മുടെ ഒരു മൈൻഡ് അനുവദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ ആഭ്യന്തര കുറ്റവാളി സിനിമ കണ്ടപ്പോൾ നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ എന്തുമായാലും അതൊരു പ്രേക്ഷകർ നമ്മളെ കാണാത്ത ആൾക്കാരിലേക്ക് എത്തിക്കാന്ന് വെച്ചു. വളരെ മനോഹരമായ സിനിമയാണ് എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ് തന്നെയാണ്. ഈ വർഷത്തിനുള്ളിൽ ഇറങ്ങിയത് ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് സിനിമയുടെ ഭാഗങ്ങൾ ഒരിക്കലും വീട്ടിൽ പോകത്തില്ല, കണ്ടുകൊണ്ടിരിക്കും. ആ രീതിയിൽ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സിനിമയുടെ ഇത്രയും നല്ല സിനിമ കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ടും വരാം. അപ്പോൾ ഇപ്രാവശ്യത്തെ റിവ്യൂ ഇത് തന്നെയാണ്, ആഭ്യന്തര കുറ്റവാളി സിനിമ കാണുക. C5 എന്തുവായാലും അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നവരെ